നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് കാണുന്ന പല പ്രവണതകളും പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെങ്കിലും രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവർക്കുമേൽ സമൂഹത്തിന് മേൽ ജനങ്ങൾക്കുമേൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു മേധാവിത്വത്തിന് വിധേയരായിക്കൊണ്ട് ഇതിനെയെല്ലാം നിസ്സഹായരായി സ്വീകരിക്കേണ്ട ഒരു ഗതികേടിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്നുള്ള ദുഃഖകരമായ നിരീക്ഷണമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇന്ന് നമ്മുടെ രാഷ്ട്രീയ രംഗത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അധികാരമാണ്. അധികാരത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. പരമമായ ലക്ഷ്യം അധികാരത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്, ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ജനങ്ങളുടെ വിനീതദാസനായി നിലകൊള്ളുന്നതായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും പിന്നീട് അവനുമേൽ ഭരണാധികാരി എന്നുള്ള നിലയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി രാഷ്ട്രീയക്കാർ മാറുന്നുണ്ടോ എന്ന സംശയം നിങ്ങൾക്കുമുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഷ്ട്രീയത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി ഏത് മാർഗങ്ങളും സ്വീകരിക്കുന്ന നിലപാടിലേക്ക് രാഷ്ട്രീയക്കാർ മാറിയിട്ടില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയ നിലപാടുകളിലുണ്ടാകുന്ന മാറ്റം ഒരു വ്യക്തി ഒരു പ്രത്യയശാസ്ത്രം വിട്ട് വളരെ വിപരീതമായൊരു പ്രത്യയശാസ്ത്ര ശാഖയുമായി മുന്നോട്ട് പോകുന്ന മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെയോ വ്യക്തിയെയോ ഒന്നും സൂചിപ്പിച്ചുകൊണ്ട് പറയുകയല്ല. രാഷ്ട്രീയ മാറ്റങ്ങൾ പുതിയ സംഭവവുമല്ല. പക്ഷേ അത്തരം മാറ്റങ്ങളിൽ എനിക്ക് തോന്നുന്ന ചില കാര്യം, അതായത് രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഏറ്റവും പരമമായ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നില്ല. കാരണം അവർക്ക് ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന വ്യക്തിക്ക് ഇന്ത്യ ഭരിക്കണം, എനിക്ക് ഇന്ത്യയുടെ ഭരണാധികാരിയായി മാറണം എന്നുള്ള താല്പര്യമല്ല അന്നുണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സ്വതന്ത്രമാക്കണം എന്നുള്ള താല്പര്യത്തോടെയാണ് അന്ന് എല്ലാ തരത്തിലുള്ള സഹനങ്ങളും ത്യാഗങ്ങളുമെല്ലാം സഹിച്ചുകൊണ്ട് വ്യക്തികൾ രാഷ്ട്രീയ രംഗത്തേക്ക് അന്ന് ഇറങ്ങിത്തിരിച്ചിരുന്നത്. അവന് മുന്നിൽ അന്ന് ബ്രിട്ടീഷുകാരൻ്റെ തോക്കിൻ കുഴലുകളാണ് അവന് മുന്നിലുണ്ടായിരുന്നത്. ആ തോക്കിൻ കുഴലുകളെയൊന്നും ഭയപ്പെടാതെ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തെ ഭയപ്പെടാതെ, ദേശാഭിമാന ബോധത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ ഒട്ടും സ്വാർത്ഥരായിരുന്നില്ല. അവർക്ക് മുന്നിൽ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാകണമെന്നുള്ള വിശാലമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ വിയർപ്പിലും ചോരയിലും ഒക്കെ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അവരുടെയൊക്കെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന, ഇന്ന് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ വിവിധ ശാഖകളെ, ആ ശാഖകളുടെ പ്രവർത്തനം സ്വാധീനിച്ച് ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഇറങ്ങിയവരായിരിക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ. അതാണല്ലോ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ഇന്ന് അവരുടെ പിന്മുറക്കാരെല്ലാമായിട്ടുള്ള ഈ രാഷ്ട്രീയ മേഖല ഏത് രീതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, സമൂഹത്തിന് ഒരു ഭരണാധികാരിയായി മാറുന്നതോടുകൂടി രാഷ്ട്രീയക്കാരൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യം സമൂഹം പലതിനും വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ്. കാത്തിരിപ്പുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ, ഒരു മാവേലി രാജ്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ഭരണകൂടങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക വല്ലാതെ പല നേതാക്കന്മാരെയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ള സംശയം നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. ക്ഷേമ പെൻഷനായി കാത്തിരിക്കുന്നവർ ഈ മാസം ലഭിക്കേണ്ട പെൻഷന് 6 മാസം 7 മാസം കാത്തിരുന്ന്
ലഭിക്കുമ്പോഴാണ് ആ ക്ഷേമ പെൻഷൻ കിട്ടിയെന്ന് അവൾക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പാണ് രാഷ്ട്രീയ പാർട്ടിയും ഈ വ്യക്തിയും തമ്മിൽ കൂടുതൽ അതിന് വിധേയമാക്കുന്ന ഒരു ഘടകം എന്നുള്ള തെറ്റായ വിശ്വാസം പലർക്കുമുണ്ട് എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഒരു വീടിന് വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുന്നവന് 1 മാസത്തിനുള്ളിൽ വീട് കൊടുക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അത് ഒരു കൊല്ലത്തേക്ക് നീട്ടുമ്പോൾ ആ ഒരു കൊല്ലത്തെ കാത്തിരിപ്പ് ഇവനെ രാഷ്ട്രീയ രംഗത്ത് ഒരു കേവലം രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിതോരണങ്ങൾ തൂക്കാനും പ്രകടനങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും പങ്കെടുക്കാനും കഴിയുന്ന ഒരു ഉപകരണമായി ഈ വ്യക്തിയെ മാറ്റാൻ 1-2 കൊല്ലത്തേക്ക് ആ ആനുകൂല്യം കൊടുക്കുന്നത് നീട്ടിക്കൊടുത്താൽ അത്തരം ഒരുപാട് കാലത്തേക്ക് ഈ വ്യക്തിയെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി, അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു അടിമവൽക്കരണത്തിൻ്റെ ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ തന്നെ, ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ പൊതുജനത്തെ കഴിയും എന്നുള്ള തന്ത്രപരമായിട്ടുള്ളൊരു നിരീക്ഷണം പലർക്കും ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും തോന്നിപ്പോകാറുള്ളത്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ മാറ്റം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് തീർത്തും വിപരീതമായ മറ്റൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലേക്ക് എങ്ങനെ ഒരു വ്യക്തിക്ക് മാറാൻ കഴിയും? ഒരു ഒറ്റ രാവ് പുലരുമ്പോഴേക്കും ഞാൻ ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആദർശങ്ങളിൽ നിന്ന്, ആശയങ്ങളിൽ നിന്ന് ഒക്കെ എങ്ങനെയാണ് മാറാൻ കഴിയുക? അങ്ങനെ മാറാത്തവൻ എങ്ങനെയാണ് മറ്റൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ നിലകൊള്ളുക? മാനസാന്തരം എന്നുള്ള വാക്ക് ഒരു പുതിയ വാക്കല്ല. പക്ഷെ മാനസാന്തരം എന്നുള്ളത് വലിയ പ്രക്രിയകളിലൂടെ കടന്നു വന്ന് സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒപ്പം നിൽക്കുന്ന ആളുകളോടുള്ള വൈരാഗ്യം, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പായിരിക്കില്ല മിക്കവാറും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണമായി മാറുന്നത്. ആ വിയോജിപ്പിൻ്റെ മാറ്റമാണ് എങ്കിൽ അയാൾക്ക് പിന്നീട് വേറൊരു പ്രത്യയശാസ്ത്രം സ്വീകരിക്കാനോ രാഷ്ട്രീയത്തിൽ നിലകൊള്ളാനോ കഴിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഉള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അകൽച്ച തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ സഹപ്രവർത്തകരോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തി നിർബന്ധമായും ചെയ്യേണ്ടത് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വേറെയും പണിയുണ്ടല്ലോ, കൈക്കോട്ട് കളയ്ക്കാൻ പോകാമല്ലോ, ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ടല്ലോ. അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുന്നത്, അതിന് ഏത് രാഷ്ട്രീയ പാർട്ടികളിലായിക്കോട്ടെ, ഒരു പാർട്ടി വിട്ട് മാറുന്നത് പൊതു സമൂഹത്തിന് മുന്നിൽ ശരിക്കും അപഹാസ്യമായി തീരേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ഒരാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം തൻ്റെ പ്രത്യയശാസ്ത്രത്തോട് നീതി പുലർത്താനോ അല്ലെങ്കിൽ താൻ സൂക്ഷിക്കുന്ന പ്രത്യയശാസ്ത്രവുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനത്തിൽ തനിക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നവരുമായി സഹകരിക്കാനോ കഴിയില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്നും ഞാൻ രാഷ്ട്രീയക്കാരനായി നിൽക്കാം എന്നുള്ളത് ആർക്കും എഴുതി കൊടുത്തിട്ടല്ല ആരും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലോ ഒക്കെ ഒരു ലാഭത്തിനോ ഒക്കെ വേണ്ടി എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന സങ്കടകരമായൊരവസ്ഥയിലേക്ക് ഈ മേഖല മാറിപ്പോകുന്നു എന്നുള്ളത് ദുഃഖകരമായൊരവസ്ഥയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനമാണ് പരമാധികാരി എന്നൊക്കെ ഒരു ആവേശത്തിന് പറയാം എന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾ സത്യത്തിലിവിടെ ചവിട്ടിമെതിക്കപ്പെടുകയാണ്. അത് രാഷ്ട്രീയ രംഗത്ത് പലതരത്തിലുള്ള കുതിരക്കച്ചവടങ്ങളും ജനദ്രോഹകരമായിട്ടുള്ള പല നിലപാടുകളും ഇന്ന് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ജനവിരുദ്ധമായിട്ടുള്ള പല ഇടപെടലുകളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്ന
സംവിധാനത്തോട് നിരന്തരം കലഹിക്കുന്നവരായി സമൂഹം മാറേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം മാറിയിരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കാനാണ് ഇത്തരമൊരു വീഡിയോയുമായി വന്നത്. കേട്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.